ഹായ്, കാനഡയിലേക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ സ്പൗസിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ അടുത്ത് വന്നിട്ടുള്ളതായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കാനഡയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഫോറിൻ വർക്കേഴ്സ് എന്നിവരുടെ സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ട്ണർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി റിക്വയർമെന്റിൽ ജാനുവരി 21 മുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളതാണ്. സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാനഡയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അതല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാം, പ്രൊഫഷണൽ ഡിഗ്രീസ് എങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോറിൻ വർക്കേഴ്സിന്റെ കാര്യത്തിൽ കാനഡയിൽ ടീർ കാറ്റഗറി 0 അല്ലെങ്കിൽ 1 ലെവൽ ഒക്യുപ്പേഷൻസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ട്ണറിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടീർ കാറ്റഗറി 2 and 3 ലെവൽ ഒക്യുപ്പേഷനിൽ സെലക്റ്റഡ് ആയ ചില ഒക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ എന്നീ ഫീൽഡിൽ വരുന്ന ഒക്യുപ്പേഷൻസ് എല്ലാം തന്നെ ഈ ഒരു സെലക്റ്റഡ് ഒക്യുപ്പേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടാതെ ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കാനഡയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ വർക്ക് പെർമിറ്റിന് മിനിമം 16 months വാലിഡിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. ഓൾറെഡി ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്രൂവൽ കിട്ടിയവർക്കും കാനഡയിൽ നിന്നും എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവർക്കും ഈ മാറ്റങ്ങൾ ബാധകമല്ല. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.